മോട്ടോ ഇൻഫോടെക്കിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹീറോയുടെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2023 ലോഞ്ച് ചെയ്ത് ഇപ്പോൾ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന സൂം എന്നൊരു സ്കൂട്ടറിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിന് വീഡിയോ എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് നോർത്ത് പറവൂർ RT ഓഫീസിന് സമീപമുള്ള കൈരളി ഹീറോ ഹോണ്ട ഷോറൂമാണ്. കൈരളി ഹീറോയുടെ സെയിൽസ് പേഴ്സൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഹീറോയുടെ ഏത് വാഹനത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യുക. അവർ വളരെ നല്ലൊരു സർവീസാണ്. നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളെല്ലാം അവരോടൊന്ന് സെറ്റപ്പ് ചെയ്ത് തരും. വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരു 5000 സബ്സ്ക്രൈബേഴ്സാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് ഡെയിലി പുതിയ വാഹനങ്ങളിലെ വീഡിയോസ് ആഡ് ചെയ്യാൻ ഉള്ളൊരു ഇൻസ്പിറേഷൻ ആവുള്ളൂ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വലിച്ചു നീട്ടുന്നൊന്നുമില്ല, നമുക്ക് നേരെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഹീറോ സൂമിന് ഏകദേശം 3 വേരിയൻസ് ആണ് വരുന്നത്. LX, VX, ZX അങ്ങനെ 3 വേരിയൻറ്റ് വരുന്നത്. അതിൻ്റെ വില വരുന്നത് 86,000-നും 95,000-നും ഇടയിലാണ്. ഹീറോ സൂമിൻ്റെ ഹെഡ്ലൈറ്റ്സ് വരുന്നത് HID ഹെഡ്ലൈറ്റ്സ് ആണ്. കൂടാതെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സും വരുന്നുണ്ട്. ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വണ്ടിക്ക് വരുന്നത്. 12 ഇഞ്ച് അലോയ് വീൽസ് വിത്ത് ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വരുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് IBS ബ്രേക്കിംഗ് സിസ്റ്റം കമ്പനി കൊടുക്കുന്നത്. പിന്നെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെലസ്കോപ്പിക് ടൈപ്പ് സസ്പെൻഷനാണ്. അതുകൊണ്ട് ബമ്പുകളെല്ലാം ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സസ്പെൻഷൻ്റെ സൈഡിലൊരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. I3S സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇൻറ്റഗ്രേറ്റഡ് ഹാൻഡിൽ കവർ ഇൻറ്റഗ്രേറ്റഡ് ഇൻഡിക്കേറ്റേഴ്സാണ് സൂമിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വെച്ചിരിക്കുന്നത്. I3S എന്ന് പറയുമ്പോൾ ഇൻ്റലിജൻറ്റ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജിയാണ്. ഓൾമോസ്റ്റ് എല്ലാ ഹീറോൻ്റെ വണ്ടികളിലും ഉള്ളതാണ്. പിന്നെ ഫ്രണ്ട് പോർഷനിൽ 2 സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സൂമിന് ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ ഡിസ്പ്ലേ ആണ് കമ്പനി നൽകുന്നത്. അതിൽ ഒത്തിരി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാകുമ്പോൾ ബ്ലൂടൂത്ത് സപ്പോർട്ട് അടക്കം വരുന്നുണ്ട്. അല്ലാതെ നോർമൽ മോഡലിൽ ഫ്യൂൽ ഗേജ്, ഡേറ്റ്, ടൈം, കറണ്ട് മൈലേജ് അങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് വരുന്നത്. പിന്നെ I3S ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചും നോർമലി സൂപ്പർ സ്പ്ലെൻഡറിലൊക്കെ പോലെ തന്നെ സെയിം ഇതിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് അത്യാവശ്യം നല്ലൊരു 1 ലിറ്റർ വെച്ചിട്ട് 2 സ്റ്റോറേജ് കമ്പനി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ ഉപയോഗിക്കാൻ പറ്റും, സ്റ്റോറേജിൽ ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു ഡീസൻറ്റ് ഫുഡ് സ്പേസ് ആണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റിയർ ഗ്രാബ്സ് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ സീറ്റായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ്. അത് സാധാരണ റേസ് ഡാറിലൊക്കെ പോലെ തന്നെ സീറ്റിൻ്റെ താഴെ വരുന്ന ആ വലിയ ബ്ലൂ പോർഷനിലാണ് വരുന്നത്. സീറ്റ് ഓപ്പണർ സൈഡിൽ തന്നെയാണ് വരുന്നത്. സീറ്റ് വരുമ്പോൾ ഏകദേശം നല്ല വിഡ്ത്തുള്ള നല്ല വലിയ സീറ്റാണ്. 2 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെയിം പ്ലഷറിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിലും കമ്പനി ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ചെറിയ എയർ ഫിൽറ്ററാണ്. പിന്നെ ഗിയർ ഓയിൽ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നത് ഔട്ട് സൈഡ് തന്നെയാണ്. 110 cc ആണ് വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ റിയർ സൈഡും ട്യൂബ്ലെസ് ടയേഴ്സും 12 ഇഞ്ച് അലോയ് വീൽസും ആണ് കൊടുത്തിരുന്നത്. സൂമിൻ്റെ റിയർ ടെയിൽ ലാമ്പ് വരുന്നത് ഓൾറെഡി ഹീറോ ഇൻസ്പയർഡ് H ഷേപ്പിലുള്ള ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. ഹാലജൻ ബൾബ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ബാക്ക് സൈഡ് ഇൻഡിക്കേറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റിയർ മഡ് ഫ്ലാപ്പും ഹാർഡ് ഫൈബർ മെറ്റീരിയലിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ സീറ്റിൻ്റെ താഴെയുള്ള പോർഷനിലും ഓൾറെഡി സൂമിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ ഹൈ എൻഡ് മോഡൽ അതായത് ZX മോഡലിനാണെങ്കിൽ നമുക്ക് 13 ഇഞ്ച് വീലാണ് ലഭിക്കുന്നത്. സൈലൻസർ ഷീൽഡിന് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. ഇത് 110 cc എയർ കൂൾഡ് എഞ്ചിനാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം മൈലേജ് വരുന്നത് 45-നും 50-നും ഇടയിലാണ് ഈ വാഹനത്തിന് മൈലേജ് ലഭിക്കുന്നത്. എല്ലാ മോഡലിലും ഇതുപോലെ തന്നെ സീറ്റിൻ്റെ താഴെയുള്ള പോർഷനിൽ സൂമിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് വെച്ചാൽ ഇത് പ്രോഗ്രാംഡ് ബൈ FI ആണ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് ഈ സ്കൂട്ടറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര നല്ലൊരു വെൽ ഡിഫൈൻഡ് പെർഫോമൻസും നല്ലൊരു മൈലേജും വാഹനത്തിന് കിട്ടുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതിൻ്റെ സീറ്റ് വളരെ വൈഡാണ്. നല്ല 2 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പോകുന്നതാണ്. നമുക്കിനി അതിൻ്റെ സീറ്റ് തുറന്നിട്ട് എത്രത്തോളം സ്റ്റോറേജ് വാഹനത്തിന് ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള സ്റ്റോറേജ് ഉണ്ട്. ഒരു ഹെൽമെറ്റും ഒരു ബാക്ക് പാക്കും കൂടി വെച്ച് കഴിഞ്ഞാൽ തന്നെയും നമുക്ക് ബാക്കി കുറച്ച് സ്പേസ് ഇടുന്നതാണ്. പിന്നെ ഫ്യൂൽ ഫില്ലിങ് സാധാരണ പ്ലഷർ, മാസ്റ്ററോ ഒക്കെ പോലെ തന്നെ നമ്മുടെ സീറ്റ് തുറന്നിട്ട് അകത്തുനിന്ന് തന്നെയാണ് ഫ്യൂൽ ഫില്ലിങ് വരുന്നത്. ഇത്ര അഡ്വാൻസ്ഡ് ആണെന്ന് ഇവർ അവകാശപ്പെടുന്ന ഈ വാഹനത്തിൻ്റെയും ഫ്യൂൽ ഫില്ലിങ് എക്സ്റ്റേണലാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ മോശമായൊരു കാര്യം തന്നെ എന്ന് പറയാനുണ്ട്. ഈ വാഹനത്തിൻ്റെ ടോപ്പ് എൻഡ് മോഡലായി ZX എന്നുള്ള വേരിയൻറ്റിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് കുറച്ചുകൂടി വലിപ്പമുള്ള നമ്മുടെ സൂപ്പർ സ്പ്ലെൻഡറിലൊക്കെ വരുന്ന പോലെ സെയിം മീറ്റർ കൺസോൾ വരും. പിന്നെ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അത് കൂടാതെ വീൽ സൈസ് അതായത് അലോയ് വീല് 13 ഇഞ്ച് വീല് വരികയും ടയർ അല്പം കൂടി വലിപ്പമുള്ള ടയറായി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേ അതായത് മീറ്ററിൽ ബ്ലൂടൂത്ത് സപ്പോർട്ട് വരും. നമ്മുടെ കോളിൻ്റെയും SMS-ൻ്റെയും നോട്ടിഫിക്കേഷൻ മീറ്ററിൽ കറക്റ്റായിട്ട് കാണിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ ഓൾറെഡി ഇപ്പോൾ ഈ സെക്കൻഡും ഫസ്റ്റ് മോഡലിൽ നമുക്ക് ഓൾറെഡി ഓഡോമീറ്റർ, ഫ്യൂവലിൻ്റെ ഗേജ്, അതുകൂടാതെ സമയം കറക്റ്റായിട്ട് കാണിക്കും. പിന്നെ ഉള്ള ഫ്യൂൽ വെച്ചിട്ട് എത്ര കിലോമീറ്റർ ഓടുന്നു കാണിക്കും. പിന്നെ നമ്മൾ റണ്ണിങ്ങിൽ ഉള്ള മൈലേജ്, കറണ്ട്, ടൈം, മൈലേജ് അടക്കം ഉള്ള ഫീച്ചേഴ്സ്
നിലവിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സൂമിൻ്റെ പുതിയ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയ മെമ്പേഴ്സ് എല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി, നമ്മളുടെ വീഡിയോസ് എല്ലാം മുടങ്ങാതെ കാണുന്നതിന്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സനീർ സൈനിങ് ഓഫ്. ബൈ.